വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുറൽ. നമ്മൾ ഓതന്റിക്കേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്പെൻസ് ആഡ് ചെയ്യാനുള്ള ക്രൂഡ് ഓപ്പറേഷനിൽ പോകാം. എന്താണ് ക്രൂഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ മുമ്പൊക്കെ പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. ക്രൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CRUD, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. അതായത് നമ്മൾ ഒരു ഡാറ്റ ഉണ്ടാക്കും, ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക, ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് അതാണ് C. പിന്നെ ആ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് കാണണ്ടേ, അതാണ് റീഡ്. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തെന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിൽ അതാണ് അപ്ഡേറ്റ്. പിന്നെ ഡിലീറ്റ്, ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ക്രൂഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസിന്റെ ക്രൂഡ് ഓപ്പറേഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ള. ഓതന്റിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഓതന്റിക്കേഷൻ മോണോലിത്ത് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത സെർവർ ബേസ്ഡ് സെഷൻ ഓതന്റിക്കേഷൻ ആണ്. അതായത് സെർവറിൽ ഒരു സെഷൻ ഉണ്ടാവും, ക്ലയന്റ് സൈഡിൽ ഒരു കുക്കി ഉണ്ടാവും. അതാണ് സെഷൻ ബേസ്ഡ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. റെസ്റ്റ് API ഒക്കെ ആവുന്ന സമയത്ത്, API ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, അത് ഹെഡ്ലെസ് ഓതന്റിക്കേഷൻ ആയിരിക്കും. അതായത് JWT പോലെയുള്ള ടോക്കൺ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓതന്റിക്കേഷൻ ആയിരിക്കും നമ്മൾ റെസ്റ്റ് APIയിലൊക്കെ ചെയ്യുന്നത്. അതേപോലെ നമ്മളെ ഫയൽ സിസ്റ്റംസ് ഉണ്ടല്ലോ, ഫയലൊക്കെ നമ്മൾ നെയിം കൊടുത്തത് ഇവിടെ, ഉദാഹരണത്തിന് ഞാനിവിടെ നെയിം കൊടുത്ത ഓരോ ഫയലിന്റെ കൂടെ എന്താണ് ആ ഒരു ഫയൽ എന്നുള്ളത് നമ്മളൊരു ക്യാമൽ കേസ് ഇട്ടിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓത് റൗട്ട് ആണെങ്കിൽ ജസ്റ്റ് oth.js എന്ന് കൊടുക്കുന്നതിന് പകരം ഓത് റൗട്ട്സ് JS. പിന്നെ അതേപോലെ ഓത് സർവീസ്. അതിലിവിടെ നോക്കുകയാണെങ്കിൽ റൗട്ടിന് റൗട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്, ഒരു റൗട്ടിൽ തന്നെ ഒന്നിലധികം റൗട്ട്സ് ഉണ്ടാവും. സർവീസ് എന്ന് പറയുമ്പോൾ അതൊരു സർവീസിന് ഒറ്റ പറയുന്ന പേരാണ്. കൺട്രോളറിന് ജസ്റ്റ് കൺട്രോളർ. അങ്ങനെ നമ്മൾ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ Ctrl+Shift+P അല്ലെങ്കിൽ Command+Shift+P ഒക്കെ കൊടുത്തിട്ട് ഓരോ ഫംഗ്ഷനാലിറ്റീസ് ആക്സസ് ചെയ്യാന്നാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ. അതേപോലെ തന്നെ Command+P അല്ലെങ്കിൽ Ctrl+P അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഓതർ ഔട്ട് ആണെങ്കിൽ ഓതർ ഔട്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ആ ഫയല് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും പെട്ടെന്ന് ഒരു ഫയൽ കാണുമ്പോൾ അത് എന്ത് ഫയലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇങ്ങനെ നെയിമിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വേറൊരു നെയിമിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നത്. അതായത് ഓതർ ഔട്ട്സിന്റെ അങ്ങനെ കൊടുക്കുന്നതിന് പകരം auth.routes.js, ഇങ്ങനെ. കൺട്രോളർ ആണെങ്കിൽ auth.controller.js, ഇങ്ങനെ നെയിമിംഗ് കൊടുക്കാം. ഇതും നല്ലൊരു നെയിമിംഗ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഒന്നെങ്കിൽ ക്യാമൽ കേസ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടും കൊടുക്കാം. നമ്മുടെ വീഡിയോസിലൊക്കെ ഒരുപാട് ടേംസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് സെഷൻ എന്താണ്, JWT, അങ്ങനെയുള്ള പല വാക്കുകളും. പക്ഷെ അതിൽ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർവ്യൂ പാസ്സാവാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പല വീഡിയോയിലായിട്ട് പറയുന്നുണ്ട്, അത് ഡിസ്കസ് ചെയ്യും. അത് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് അത് ഓരോ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് വേണ്ടി വരും. അപ്പോൾ അതൊന്നും ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അതേപോലെ നമ്മളെ ചാനൽ എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസ് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ജോബായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലുമല്ല. സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ടേംസ്, ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ രീതികൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ റഫ് നോട്ടിൽ എപ്പോഴും നോട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് അത് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ChatGPT നോക്കിയിട്ടോ യൂട്യൂബ് നോക്കിയിട്ടോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പഠിക്കുക. എന്നിട്ട് ഇതിൽ പറഞ്ഞ ഓരോ വാക്കുകൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ അടുത്ത വീഡിയോസിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓരോന്നും ഓരോ എക്സാമ്പിളിലൂടെ, ചെറിയ എക്സാമ്പിളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ അർത്ഥം ആ ഒരു ഫംഗ്ഷനാലിറ്റി അതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നല്ല, അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയേണ്ടത് നിങ്ങളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആൻസർ പറയണം. പക്ഷെ അതിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. അതിന്റെ എന്താണ് ടേംസ് എന്താണ്, ഒരു വസ്തു ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഉദാഹരണത്തിന് ക്വറി പാരാമീറ്റേഴ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്വറി പാരാമീറ്റേഴ്സ്, ഒരു HTTP മെത്തേഡ് വിളിക്കുന്ന സമയത്ത് HTTP കോളിൽ നമ്മൾ മെത്തേഡ് ഗെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ URL അതിന്റെ കൂടെ നമുക്ക് ഡാറ്റ പാസ് ചെയ്യാം, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഡാറ്റ പാസ് ചെയ്യാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്വറി സ്ട്രിംഗ് അല്ലെങ്കിൽ ക്വറി പാരാമീറ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് ഡാറ്റ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംപർസെന്റ് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യും, കീ വാല്യൂ പേഴ്സ് ഈക്വൽ ടു ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതായത് google.com ക്വസ്റ്റ്യൻ മാർക്ക് സെർച്ച് ഈക്വൽ ടു
ടെസ്റ്റ് ആൻഡ് ലൊക്കേഷൻ ഈക്വൽ ടു ദുബായ്. അപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോ അങ്ങനെയുള്ള എക്സാമ്പിൾ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. നമ്മളത് എന്തായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? ചിലപ്പോൾ നമ്മൾ മുമ്പത്തെ ഏതെങ്കിലും വീഡിയോയില് സോർട്ടിങ്ങിനോ അല്ലെങ്കിൽ പേജിനേഷനോ അല്ലെങ്കിൽ ഒരു ID പാസ് ചെയ്തിട്ട് എടുക്കാൻ, ഡാറ്റ എടുക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഇങ്ങനെ ഈ ഒരു ഫങ്ഷനാലിറ്റി ആണ് എന്നുള്ളത് അതിന്റെ ബേസ് മനസ്സിലാക്കിയിരിക്കണം ഓരോ കാര്യത്തിന്റെയും. അല്ലാതെ നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു ക്ലാസ്, ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത് അത് മാത്രം കാണാപ്പാഠം പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞു തരില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ വേണം, അവിടെ ഇന്നത് വേണം, ഇവിടെ ഇന്നത് വേണം, എന്നിട്ട് അത് നിങ്ങൾ കറക്റ്റ് കോഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ AI മാത്രം മതിയല്ലോ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവശ്യമില്ല. നിങ്ങൾക്കൊരു റിക്വയർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറയും ഓക്കെ നമ്മൾക്ക് ഒരു സോഫ്റ്റ്വെയർ വേണം, അതിൽ ഫങ്ഷണാലിറ്റീസ് ബേസിക് ആയിട്ടുള്ള ബിസിനസ് നീഡ് ഇതാണെന്ന് പറയും. അത് നിങ്ങൾ ഫീച്ചേഴ്സ് ആയിട്ട് മാറ്റിയിട്ട് അത് ഓരോന്ന് എങ്ങനെ ചെയ്യാം, അതിന്റെ ഡിസൈൻ എങ്ങനെയാണ്, ഡാറ്റാബേസ് എങ്ങനെയാണ്, സർവീസസ് എങ്ങനെയാണ്, അങ്ങനെ ഓരോ കാര്യം നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്ത് അത് ആ രീതിയിൽ വേണം ബെസ്റ്റ് പ്രാക്ടീസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഓത്ത് കൺട്രോളറിൽ സബ്മിറ്റ് രജിസ്ട്രേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ കൺസോൾ ലോഗൊക്കെ കളയാം. നമ്മൾ സബ്മിറ്റ് രജിസ്ട്രേഷനിൽ എല്ലാ ഡാറ്റ എടുത്തു, എറർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു, ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലോഗിൻ പേജിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എറർ ഉണ്ടെങ്കിൽ എറർ കാണിക്കും, പക്ഷെ ഇവിടെ സക്സസ് ആണ്. സക്സസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേറെ മെസ്സേജ് ഒന്നും കാണിക്കുന്നില്ല, പകരം എന്ത് ചെയ്യും, ലോഗിൻ പേജിലേക്ക് ജസ്റ്റ് റീഡയറക്ട് ചെയ്യാം. അപ്പൊ ചില യൂസേഴ്സിനെങ്കിലും കൺഫ്യൂഷൻ വരാം, എന്നോട് സക്സസ് ആയോ ഇല്ല, ഒന്നും മെസ്സേജ് ഒന്നും തന്നിട്ടില്ലല്ലോ, ഇത് ശരിക്കും കംപ്ലീറ്റ് ആയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പൊ അങ്ങനത്തെ ഒഴിവാക്കാൻ ആ രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യണം, പല രീതിയിൽ തിങ്ക് ചെയ്യണം. ഒരു നോർമൽ യൂസറായിട്ടും ഡിസ്ട്രക്റ്റീവ് യൂസറായിട്ടും ബേസിക് യൂസറായിട്ടും ഒക്കെ തിങ്ക് ചെയ്യണം. അപ്പോ അങ്ങനെയുള്ള യൂസേഴ്സ് തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സക്സസ് മെസ്സേജ് കൂടെ കൊടുക്കണം. അപ്പൊ ഇവിടെ സക്സസ് മെസ്സേജ് കൊടുക്കാനുള്ള പോസിബിലിറ്റി എന്താണ്, അതാണ് റിക്വയർമെന്റ് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ബെസ്റ്റ് അപ്രോച്ച് ഉപയോഗിച്ച് ചെയ്യാം. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ റീഡയറക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഈ റീഡയറക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമുക്ക് ഒരു മെസ്സേജ് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റെൻഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഫോം റെൻഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പഗ് ടെംപ്ലേറ്റിന്റെ കൂടെ നമുക്ക് ഡാറ്റ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് റീഡയറക്റ്റിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് അപ്രോച്ച്, നമ്മൾ എങ്ങോട്ടാണ് റീഡയറക്ട് ചെയ്യുന്നത്, നമ്മൾ ലോഗിൻ സ്ക്രീനിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലോഗിൻ സ്ക്രീനിലേക്ക് നമുക്കൊരു സക്സസ് എന്ന് പറയുന്ന ഒരു ഡാറ്റ എത്തിക്കണം. സക്സസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് എത്തിക്കണം. പിന്നെ വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നമുക്ക് ക്വറി പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഈ സക്സസ് ട്രൂ, സക്സസ് എന്ന് പറയുന്ന ട്രൂ ആണെന്ന് എടുത്തിട്ട് ആ ട്രൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കാണിക്കാം. ഇതൊരു ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആ പേജിൽ വരുമ്പോൾ നമ്മൾ ആ ക്വറി പാരാമീറ്റേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അതൊരു ഓപ്ഷൻ ആണ്. ഇനി അതല്ലെങ്കിൽ വേറൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്താണുള്ളത്, നമുക്ക് ഈ പേജിലേക്ക് ഡാറ്റ സെറ്റ് ചെയ്യണം. അപ്പോ റീഡയറക്ട് ചെയ്യുകയാണെങ്കിലും എവിടേക്കാണ് പോവാ, auth/login എന്ന് പറഞ്ഞ ആ ഒരു റൗട്ടിലേക്കാണ് പോവാ. അപ്പോ അവിടെ എന്താണ് കാണിക്കുന്നത്, ഗെറ്റ് ലോഗിൻ ഫോം ആണ് എടുക്കുന്നത്, എറർ നള്ളാണ്, ടൈറ്റിൽ ലോഗിൻ ആയിരിക്കും. ഇതിലാണ് നമുക്ക് സക്സസ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് കൂടെ എത്തിക്കേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, അത് നമുക്ക് ഈ ഒരു ഡാറ്റൻ്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. പാസ് ചെയ്തിട്ട് ലോഗിൻ പഗ്ഗിൽ വന്നിട്ട് അവിടെ നമുക്കത് കാണിക്കാം. എറർ അല്ല, എറർ പോലെ തന്നെ നമുക്ക് സക്സസും കാണിക്കാം. ഇഫ് സക്സസ് ഉണ്ടെങ്കിൽ അലേർട്ട് ഡേഞ്ചറിന് പകരം അലേർട്ട് സക്സസ്, എന്നിട്ട് അവിടെ സക്സസ് ആണ് കാണിക്കേണ്ടത്, എറർ അല്ല. ഇങ്ങനെ കാണിക്കാം. അപ്പൊ അത് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമല്ല, ആ പേജ് എപ്പോഴൊക്കെ എടുക്കുന്നു അപ്പോഴൊക്കെ അത് കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അത് റോങ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴല്ല നമുക്ക് കാണിക്കുന്നത്, എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് കാണിക്കേണ്ടത്. അപ്പൊ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണ്, നമ്മൾ സെഷനെ കുറിച്ച് പഠിച്ചു, ഡാറ്റ സെറ്റ് ചെയ്യും. നമ്മൾ അക്രോസ് ദ ആപ്ലിക്കേഷൻ ഈ യൂസറിന്റെ ലോഗിൻ ടൈമിൽ ഡാറ്റ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സെഷനിലേക്ക് യൂസർ ID നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ.
അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമുക്ക് ഈ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെസ്സേജും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കേണ്ടത് സബ്മിറ്റ് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ റീഡയറക്ട് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം സേവ് ഇല്ലാതെ നോക്കാം. സെഷനിൽ ആദ്യം നമ്മൾ സെഷൻ ഉണ്ടോ നോക്കണം. ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി സക്സസ് ആയതിനു ശേഷം റിക്വസ്റ്റ് ഡോട്ട് സെഷൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടോ നോക്കും. വേരിയബിൾ ഉണ്ടെങ്കിൽ അതിലേക്ക് സെറ്റ് ചെയ്യും. നമ്മൾ ഒബ്ജക്റ്റിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾ ഉണ്ടോ നോക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ സക്സസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാക്കി അതിൽ മെസ്സേജ് വെച്ചു. എന്നിട്ട് റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് സക്സസ് ഈക്വൽ ടു സക്സസ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മളത് ഈ ലോഗിൻ ഫോമിലൂടെ ആക്സസ് ചെയ്യാൻ നോക്കാം. റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് സക്സസ്, എന്നിട്ട് സക്സസ് ഈക്വൽ കീ ഉണ്ട്, ഒബ്ജക്റ്റിൽ കീ ഉണ്ട്. സക്സസ് എന്ന് പറയുന്നത് എന്താണ്, റിക്വസ്റ്റ് ഇവിടെ എടുക്കണം. അപ്പൊ നമ്മൾ അണ്ടർസ്കോർ ആയിരുന്നു ഇട്ടത്, റിക്വസ്റ്റ് ആക്കി ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് സക്സസ്. അപ്പൊ സെഷൻ ഇല്ലെങ്കിൽ ഇവിടെ എറർ അടിക്കും. അപ്പൊ അതുകൊണ്ട് സെഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓപ്ഷണൽസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട്, ഇതൊക്കെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നതാണ്. ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഉള്ള ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ ഓപ്ഷണൽസ് എന്താണെന്നുള്ളത്. അതായത് നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് സക്സസ് എന്ന് പറഞ്ഞാൽ സെഷൻ ഇല്ലെങ്കിൽ അൺഡിഫൈൻഡ് എറർ അടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ അതിന് ആളായിട്ട് വരും, ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ വരും. അപ്പൊ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് അത് എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം അത് എടുത്തില്ലേ, എവിടെയാണ് നമ്മൾ ലോഗിനില് അതൊരു വേരിയബിളിലേക്ക് തന്നെ എടുക്കാം. ഇവിടെ കോൺസ്റ്റ് സെഷൻ ഈക്വൽ ടു സക്സസ്, സോറി സെഷൻ അല്ല സക്സസ് എന്ന് വേരിയബിൾ ഒരു വേരിയബിളിൽ കൊടുത്തു. ആദ്യം നമുക്കത് വരുത്തി നോക്കാം. ഇത് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇല്ല. കാരണം നമ്മൾ സെഷനിലേക്ക് സെറ്റ് ചെയ്യുന്ന രജിസ്ട്രേഷൻ കഴിയുമ്പോഴാണ്. രജിസ്ട്രേഷനിൽ പോയിട്ട് എന്തെങ്കിലും കൊടുത്തു, രജിസ്റ്റർ കൊടുത്തപ്പോ നമുക്ക് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി ഞാൻ ആ പേജ് റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്തപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്, അത് പോകുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിവിടെ സെഷനിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിവിടെ കാണിച്ചു അല്ലെ. കാണിച്ചതിന് ശേഷം അത് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ സെഷനിൽ തന്നെ ഉണ്ടാവും അവിടെ. നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ യൂസർ ഐ ഡി സെഷനിന് ക്ലിയർ ചെയ്യുന്നില്ല. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പൊ ഈ ഒബ്ജക്റ്റിൽ നിന്ന് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഫീൽഡ് ഒഴിവാക്കാൻ വേണ്ടി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഡിലീറ്റ് എന്നാണ് കീവേഡ്. ഡിലീറ്റ് റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് സക്സസ് ആദ്യം കാണുന്നുണ്ട്. ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാണില്ല. ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം. രജിസ്റ്റർ ഫസ്റ്റ് വന്നിട്ടുണ്ട്, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരില്ല. ഇങ്ങനെയാണ് നമ്മൾ റിക്വയർമെന്റ് അനലൈസ് ചെയ്തിട്ട് ഓരോ ഫംഗ്ഷനാലിറ്റിയും ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്താന്ന് നോക്കുക. അത് പല രീതിയിലും ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടന്റ്. ഡെവലപ്പറും ടെസ്റ്റ് ചെയ്യണം. ഓരോ നെഗറ്റീവ് സിനാരിയോസും കണ്ടുപിടിച്ചപ്പോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഷൻ ഉപയോഗിച്ചിട്ടാണ്, അതായത് സെർവർ സൈഡ് സെഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഞാൻ കുക്കി എന്ന് പറഞ്ഞ ടേമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുക്കിയും സെഷനും കൂടെ ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. പക്ഷെ അതിൽ കുക്കി കാണിക്കാൻ വിട്ടുപോയി. അപ്പൊ അതൊന്ന് കാണിക്കാം. അതായത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ എക്സ്പ്രസിന്റെ സെഷൻ എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ ഉപയോഗിച്ചല്ലോ. അപ്പൊ ആ പാക്കേജ് ഉപയോഗിക്കുമ്പോൾ ആ പാക്കേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കണ്ടന്റും റെൻഡർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലോഗിൻ ചെയ്തതിന് ശേഷം റിട്ടേൺ ചെയ്യുമ്പോൾ അതിനോട് ആ ഒരു സെർവറിൽ നമുക്കൊരു സെഷൻ ജനറേറ്റ് ചെയ്യും. ആ സെഷൻ ഒരു ഐ ഡി ഉണ്ടാവും. ആ ഐ ഡി എന്ത് ചെയ്യും, ആ ഒരു റിക്വസ്റ്റിന്റെ കൂടെ അപ്പെൻഡ് ചെയ്യും. അപ്പൊ ഓരോ റിക്വസ്റ്റിനും ഫ്രണ്ട് ആൻഡ് സൈഡിൽ നിന്ന് എന്തുണ്ടാവും, നമ്മളെ ഹെഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ റിക്വസ്റ്റ് പോകുന്നതിന്റെ ഹെഡറിൽ നോക്കിക്കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഹെഡർ, റെസ്പോൺസ് ഹെഡർ അല്ല, റിക്വസ്റ്റ് ഹെഡർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ. കുക്കി കണക്ട് ഡോട്ട് SID ഈക്വൽ ടു എന്നിട്ട് ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഒരു ID ആണത്. അപ്പൊ ആ ID ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സെർവറിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ സെർവറിൽ ലോഗിൻ ചെയ്ത് ആരാണെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ കുക്കി അങ്ങോട്ടേക്ക് പാസ് ചെയ്യും. ആ കുക്കി പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അയാളായിരിക്കും ആ ലോഗിൻ. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഈ കുക്കി ആർക്കെങ്കിലും എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ കുക്കി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ പേരിൽ ലോഗിൻ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡാറ്റ ആക്സസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് കുക്കി ഈസ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഈ കുക്കി ആണ് എടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പൊ നമ്മള് ഓരോ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ ലോഗ് ഔട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കുക്കി ക്ലിയർ ചെയ്യാനുള്ള
എന്താണ് എക്സ്പ്രസ് സെഷൻ പാക്കേജിലുള്ള ഫംഗ്ഷൻ ആണ് ക്ലിയർ കുക്കി. നമ്മൾ കുക്കിന്റെ പേരും കൂടെ കൊടുക്കണം, കണക്ട് ഡോട്ട് SID. അങ്ങനെയാണ് കുക്കിയും സെഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് മോണോലിത്ത് ആപ്ലിക്കേഷനിൽ ഒരു ഓതന്റിക്കേഷൻ വർക്ക് ആവുന്നത്.